ലോകരാജ്യങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുമ്പോൾ അതൊക്കെ അവസാനിപ്പിച്ച് സമാധാനം കൊണ്ടുവരാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇറാൻ ഇസ്രായേൽ സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെയും യുക്രൈനിലെയും യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ഇന്ത്യ. സൈനിക പോരാട്ടത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ലെന്നും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഫിനിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായുള്ള ഡൽഹിയിലെ ചർച്ചകൾക്ക് ശേഷമാണ് പരാമർശം. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയും UN തത്വങ്ങൾക്കനുസൃതമായി സമാധാനം ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം മോദി പറഞ്ഞു. സൈനിക സംഘർഷത്തിലൂടെ ഒരു പ്രശ്നവും പരിഹരിക്കാനാവില്ല എന്നതിൽ ഞങ്ങൾ യോജിക്കുന്നു. യുക്രൈനിലായാലും പശ്ചിമേഷ്യയിലായാലും സംഘർഷം നേരത്തെ അവസാനിപ്പിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങളും ഞങ്ങൾ പിന്തുണയ്ക്കുമെന്നും മോദി വ്യക്തമാക്കി. ഇന്ത്യയും ഫിൻലാൻഡും നിയമത്തിലും നയതന്ത്രത്തിലും വിശ്വസിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫിനിഷ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബുമായുള്ള ചർച്ചകൾക്ക് ശേഷമാണ് മോദിയുടെ പരാമർശങ്ങൾ വന്നത്. ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കേണ്ടതിന്റെയും ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങൾക്കനുസൃതമായി സമാധാനം ഉറപ്പാക്കേണ്ടതിന്റെയും ആവശ്യകത അദ്ദേഹം പറഞ്ഞു. ഇറാനുമായുള്ള US-ന്റെയും ഇസ്രായേലിന്റെയും യുദ്ധം 6ാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ പശ്ചിമേഷ്യയിലുടനീളം സംഘർഷം വർദ്ധിച്ചുകൊണ്ട് ഇരുപക്ഷവും ആക്രമണങ്ങൾ നടത്തിയതോടെ ഇരു നേതാക്കളും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള ഭരണത്തിൽ പരിഷ്കാരങ്ങൾ വേണമെന്ന് സ്റ്റബ് ആഹ്വാനം ചെയ്യുകയും പരിഷ്കരിച്ച UN സുരക്ഷാ കൗൺസിലിൽ അംഗത്വത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം റഷ്യയുടെ ഉക്രൈനെതിരായ ആക്രമണ യുദ്ധം വളരെ കാലം നീണ്ടുനിന്നു. 4 വർഷം യുദ്ധം അവസാനിപ്പിക്കുന്നത് എല്ലാവരുടെയും താൽപ്പര്യങ്ങൾക്കാണെന്ന് ഞങ്ങൾ സമ്മതിച്ചു. UN-ന്റെ തത്വങ്ങളെ മാനിക്കുന്ന ഒന്നായി മാത്രമേ ശാശ്വത സമാധാനം ഉണ്ടാകൂ. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പുകളിലേക്കുള്ള പ്രവേശനം, പഠനാനന്തര തൊഴിലവസരങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രതിഭകളുടെ നീക്കം സുഗമമാക്കുന്നതിനായി മൈഗ്രേഷൻ മൊബിലിറ്റി പങ്കാളിത്തം സംബന്ധിച്ച ഒരു ധാരണാപത്രത്തിൽ ഇരുപക്ഷവും ഒപ്പുവെച്ചു. ജനുവരിയിൽ അവസാനിച്ച ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ മുതലെടുത്ത് 2030 ആകുമ്പോഴേക്കും ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കാനും അവർ സമ്മതിച്ചു. ഒരു കൈമാറൽ ഉടമ്പടി, പരസ്പര നിയമസഹായ ഉടമ്പടി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാനും അവർ തീരുമാനിച്ചു. ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് പ്രത്യേകിച്ച് സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും ഒരു പുതിയ ലക്ഷ്യസ്ഥാനമായി ഫിൻലാൻഡ് ഉയർന്നു വന്നിട്ടുണ്ട്. കൂടാതെ നോർഡിക് രാജ്യത്ത് 33,000 ഇന്ത്യക്കാർ താമസിക്കുന്നു. അവരിൽ ഭൂരിഭാഗവും IT സാങ്കേതിക മേഖലകളിലാണ് ജോലി ചെയ്യുന്നത്. എന്നിരുന്നാലും ചരക്കുകളിലെ ഇരുവശങ്ങളിലേക്കുമുള്ള വ്യാപാരം 2022-23 മുതൽ $2.02 ബില്യൺ നിന്നും 2024-25 $1.31 ബില്യൺ കുറഞ്ഞു. നോക്കിയ, കോൺ എലിവേറ്റേഴ്സ്, വാട്സില, ആൽസ്ട്രോം തുടങ്ങിയ പ്രധാന ഫിനിഷ് സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ ഉൽപ്പാദന സൗകര്യങ്ങളുണ്ട്. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര കരാർ ഇന്ത്യയും ഫിൻലാൻഡും തമ്മിലുള്ള വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക സഹകരണം എന്നിവ ശക്തിപ്പെടുത്തുമെന്നും ഉഭയകക്ഷി ബന്ധങ്ങളെ ഡിജിറ്റലൈസേഷനിലും സുസ്ഥിരതയിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നത് AI, 6G, ടെലികമ്മ്യൂണിക്കേഷൻസ്, ശുദ്ധമായ ഊർജ്ജം തുടങ്ങിയ ഉയർന്ന സാങ്കേതിക മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുമെന്നും മോദി പറഞ്ഞു. പ്രതിരോധം, ബഹിരാകാശം, സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ എന്നീ മേഖലകളിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും ഇരുപക്ഷവും സമ്മതിച്ചു. ജനാധിപത്യപരവും ഉത്തരവാദിത്വമുള്ളതുമായ 2 രാജ്യങ്ങൾ തമ്മിലുള്ള പങ്കാളിത്തം വിശ്വസനീയമായ സാങ്കേതിക വിദ്യകൾക്കും പ്രതിരോധശേഷിയുള്ള വിതരണ ശൃംഖലകൾക്കും സംഭാവന നൽകുമെന്നും മോദി പറഞ്ഞു. ഫിനിഷ് കമ്പനികൾ മുൻപ് ഇന്ത്യയിൽ ചെയ്ത പ്രവർത്തനങ്ങളും അദ്ദേഹം എടുത്തു പറഞ്ഞു. നോക്കിയ മൊബൈൽ ഫോണുകളും ടെലികോം നെറ്റ്വർക്കുകളും ഇന്ത്യയിൽ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബന്ധിപ്പിച്ചു. ഫിനിഷ് ആർക്കിടെക്ചറുകളുടെ സഹകരണത്തോടെ ചെനാബ് നദിക്ക് കുറുകെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം ഞങ്ങൾ നിർമ്മിച്ചു. ഫിൻലാൻഡിന്റെ പങ്കാളിത്തത്തോടെ നുമലിഗഡിൽ മുളയിൽ നിന്നും ബയോ ഇഥനോൾ കലർത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധീകരണശാല ഞങ്ങൾ സ്ഥാപിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.